കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻകാവ് ആധ്യാത്മ രാമായണ സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചാണ് ഈ മാസം 24 വരെ ചടങ്ങുകൾ നടത്തുന്നത്. ശ്രീരാമാവതാരം, യാഗരക്ഷ, സീതാ സ്വയംവരം എന്നിവയോടെയായിരുന്നു പ്രാരംഭം കുറിച്ചത്. മൂന്നാം ദിനത്തിൽ ഭരതരാമ സമാഗമം, പഞ്ചവടി, ദശരഥ ചരമഗതി, ശൂർപ്പണാഗമനം, സീതാപഹരണം, ജടായുമോക്ഷം എന്നിവയെക്കുറിച്ചായിരുന്നു പാരായണം. ശ്രീരാമകഥയുടെ ആധ്യാത്മികത്വം എന്താണെന്ന് വർണ്ണിക്കുന്ന ആധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയാണ് സാധാരണ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യാറുള്ളത്. എന്നാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിന് മറ്റൊരു മൂലഗ്രന്ഥമുണ്ടെന്നും വ്യാസവിചരിതം എന്നറിയപ്പെടുന്നതും ഉമാമഹേശ്വര സംവാദരൂപത്തിലുള്ളതുമായ ആധ്യാത്മിക രാമായണമാണ് ഈ ക്ഷേത്രത്തിൽ സപ്താഹമായി പാരായണം ചെയ്യാറുള്ളത് എന്നും ഭാരവാഹികൾ അറിയിച്ചു. പുളിക്കപ്പറമ്പ് മന ദാമോദരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ദിക്കുകളാണ് അവിടുത്തെ കാതുകൾ, അശ്വിനി ദേവകന്മാരാണ് നാസികാദ്വാരങ്ങൾ, അഗ്നിയാണ് അവിടുത്തെ ആ മുഖത്തിലെ വായ, സൂര്യനാണ് അങ്ങയുടെ കണ്ണുകൾ, ചന്ദ്രനാണ് ഭഗവാനെ അവിടുത്തെ മനസ്സ്. ഇങ്ങനെ തുടങ്ങി ആ വിരാട് പുരുഷന്റെ ഓരോ അംഗങ്ങളായിട്ട് ഇവിടെ പറഞ്ഞു. സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി, നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു, സന്തതം ഈദൃക് രൂപം ചിന്തിച്ചു വണങ്ങുന്നേ. അപ്പൊ ഈ വിരാട് പുരുഷ വർണ്ണനയെ ചെയ്തിട്ട് പിന്നീട് പറയുകയാണ്, ഇക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം, താപസവേഷം ധരാവല്ലഭം ശാന്താകാരം, ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം, കാനനേരിജിന്വന്തം ജാനകി സലക്ഷ്മണം, മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം, മാനസേ വദിപ്പതിന്നാലയം ചിന്തിക്കുന്നേ, ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ. പാരായണം കേൾക്കാനായി നിരവധി പേരെത്തി. സമാപനത്തിൽ സേതുബന്ധനം, ലങ്കാപ്രവേശം, രാമരാവണ യുദ്ധം, രാവണ നിഗ്രഹം എന്നിവയെക്കുറിച്ചാണ് പാരായണം നടത്തുക. UTV ന്യൂസ്, പാലക്കാട്.